ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല. വഴിതെറ്റിയവരെയും ഹൃദയം തകർന്നവരെയും തിരികെ കൊണ്ടുവരുന്ന അവിടുത്തെ വഴികൾ അത്ഭുതാവഹങ്ങളാണ്. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിച്ചിരുന്നെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു. ദൈവത്തിൽ നിന്നും ഏറെ അകന്ന് സമാധാനത്തിനും സന്തോഷത്തിനുമായി മറ്റെല്ലാ വഴികളും പരീക്ഷിച്ച് ഒടുവിൽ ദൈവസ്നേഹത്തിന് മാത്രമേ തൻ്റെ ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നറിഞ്ഞ് തിരികെ വന്ന ഒരു യുവതിയാണ് ഫെർണാണ്ട. മയക്കുമരുന്നിൻ്റെ അടിമയായ അമ്മയിൽ നിന്ന് അവൾ ആഗ്രഹിച്ചിരുന്ന സ്നേഹം കുട്ടിക്കാലത്ത് പോലും ലഭിച്ചില്ല. ആ മുറിവുകൾ അവളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കി. എല്ലാറ്റിനോടും നീരസവും അവഗണനയും ഉളവാക്കി. ഇത്തരം നെഗറ്റീവ് ചിന്തകളും ശാരീരിക രോഗങ്ങളും വർഷങ്ങളോളം അവളുടെ ജീവിതത്തിൽ നീണ്ടു നിന്നു. കുട്ടിക്കാലത്ത് തന്നെ ധാരാളം സർജറികളിലൂടെയും അവഗണനകളിലൂടെയും കടന്നുപോയ അവൾക്ക് ജീവിതം വിലയില്ലാത്തതായി തോന്നി. അവൾ 10-ാം വയസ്സിൽ തൻ്റെ വല്യമ്മയുടെ സംരക്ഷണത്തിന് കീഴിലായി. അതവളുടെ ജീവിതത്തിലേക്ക് അല്പം പ്രകാശം വീശുന്നതായിരുന്നു എങ്കിലും മനസ്സിലെ മുറിവുകൾ പൂർണ്ണമായി മാറ്റുവാൻ അതിന് കഴിഞ്ഞില്ല. ഒടുവിൽ അവൾ എങ്ങനെയൊക്കെയോ ഒരു ക്രിമിനൽ സംഘത്തിൽ ചേർന്നു. തൻ്റെ ഉള്ളിലെ വെറുപ്പും വേദനയും വെളിപ്പെടുത്താനുള്ള ഒരു വഴിയായി അവൾ അതിനെ കണ്ടു. കൂടുതൽ അക്രമാസക്തമാകും തോറും തന്നെ നേരിടാൻ വരുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി അവൾക്ക് തോന്നി. അവൾക്ക് 15 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ അവളെ ദേവാലയത്തിൽ ഒരു നാടകം കാണിക്കാനായി കൊണ്ടുപോയി. ആ നാടകത്തിന്റെ പ്രമേയം അവളുടെ ക്രിമിനൽ ജീവിതം അവസാനിപ്പിക്കുമെന്ന് അമ്മ കരുതി. ആ നാടകത്തിലെ മയക്കുമരുന്നിന് അടിമയായ കഥാപാത്രം ഒടുവിൽ യേശുവിനെ തിരിച്ചറിയുന്നതായിരുന്നു അതിൻ്റെ ഇതിവൃത്തം. ഇത് സ്വന്തം ജീവിതകഥ പോലെ അവൾക്ക് തോന്നി. ജീവിതത്തിൽ ചില ചെറിയ പ്രത്യാശ തോന്നി. അവളും അമ്മയും ഒന്നിച്ച് പള്ളിയിൽ പോകാൻ തുടങ്ങി. എന്നാൽ അല്പകാലത്തിന് ശേഷം അമ്മ അവരുടെ പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചുപോയി. അത് ഫെർണാണ്ടയെ വീണ്ടും നിരാശാഭരിതയാക്കി. വഴിതെറ്റിയ ജീവിതം അവളും തുടർന്നു. 17-ാം വയസ്സിൽ തൻ്റെ ആൺസുഹൃത്തിൽ നിന്നും ഗർഭിണിയായപ്പോൾ അവൾ സന്തോഷിച്ചു. കാമുകനും കുഞ്ഞുമൊത്തുള്ള ജീവിതം അവൾക്ക് സന്തോഷപ്രദമായി തോന്നി. എന്നാൽ മദ്യപിച്ച ശേഷമുള്ള അയാളുടെ നിരന്തരമായ ശല്യപ്പെടുത്തലുകൾ അവളുടെ ജീവിതം വീണ്ടും അസഹനീയമാക്കി. അവളെ സ്നേഹിച്ചിരുന്ന വല്യമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തീർത്തും അവൾ ഒറ്റപ്പെട്ടവളായി. ദുഃഖങ്ങൾ മറയ്ക്കാൻ അവൾ മയക്കുമരുന്നിൽ അഭയം തേടി. എന്നാൽ മദ്യത്തിനും മയക്കുമരുന്നിനും ദുഃഖം മായ്ക്കാൻ കഴിയുന്നില്ലെന്നും അവ വീണ്ടും തിരിച്ചു വരുന്നെന്നും അവൾ മനസ്സിലാക്കി. താൻ തന്റെ അമ്മയുടെ പാത പിന്തുടരുകയാണെന്ന് അവൾ മനസ്സിലാക്കി. 2010-ൽ അവൾ ഒരാളെ വിവാഹം കഴിച്ചു. എങ്കിലും ഭർത്താവിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന അവൾ വിവാഹമോചിതയായി. ആശുപത്രി കിടക്കയിൽ വെച്ച് അവൾ തന്നെപ്പറ്റി തന്നെ സ്വയം ചിന്തിച്ചു. ഈ ലോകത്തിലെ സകലവും താൻ പരീക്ഷിച്ചു നോക്കി പരാജയപ്പെട്ടു. മദ്യവും മയക്കുമരുന്നും തെറ്റായ ബന്ധങ്ങളും സുഹൃത്തുക്കളും. എന്നാൽ ദൈവത്തിന് മാത്രം ഹൃദയം തുറന്നു കൊടുത്തില്ല. അവൾ ദേവാലയത്തിൽ തിരിച്ചെത്തി. ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. ഒരു ഞായറാഴ്ച ദിവസം രാവിലെ അവൾ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. തന്നെ പൂർണ്ണമായി മാറ്റാൻ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വർഷങ്ങളായി തനിക്കേറ്റ മുറിവുകൾ സുഖപ്പെടുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. വെറുപ്പിനു പകരം അനുകമ്പ കൊണ്ട് അവളുടെ ഹൃദയം നിറഞ്ഞു. അമ്മയോടും തന്നെ മുറിപ്പെടുത്തിയ എല്ലാവരോടും അവൾ ക്ഷമിച്ചു. കുട്ടിക്കാലത്ത് തനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം ഇപ്പോൾ കിട്ടുന്നതായി അവൾക്ക് തോന്നി. ദൈവം അവളെയും മറ്റെല്ലാവരെയും സ്നേഹിക്കുന്നു എന്നും പ്രത്യേക ഉദ്ദേശത്തോടെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നുവെന്നുമുള്ള സത്യം എല്ലാവരും അറിയണമെന്നാണ് ഫെർണാണ്ട പറയുന്നത്. നമ്മെ സൃഷ്ടിച്ചവൻ ഒരിക്കലും നമ്മെ വെറുക്കുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മളും ഒരുപക്ഷെ ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മുടെ സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകുന്നവരായിരിക്കും. എന്നാൽ ഫെർണാണ്ടയുടെ ജീവിതം പറയുന്നത് ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിനൊഴികെ മറ്റൊന്നിനും നമ്മുടെ ഹൃദയത്തിന്റെ ശൂന്യത മാറ്റാൻ കഴിയുകയില്ല എന്നാണ്. ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതേ സത്യം തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ വിശപ്പും ദാഹവും ശൂന്യതയും മുറിവുകളുമെല്ലാം അവിടത്തേക്ക് അറിയാം. അതുകൊണ്ടാണ് അവിടുന്ന് നിരന്തരം നമ്മുടെ ഹൃദയവാതിലിൽ വന്ന് മുട്ടുന്നത്. ഫെർണാണ്ടയെ പോലെ നമുക്കും അവിടുത്തോട് പറയാം, യേശുവേ, അങ്ങേക്കായി എൻ്റെ ഹൃദയം ഞാൻ തുറന്നു തരുന്നു. എന്നെ പൂർണ്ണമായും അങ്ങയുടേതാക്കി നവീകരിക്കണമേ.